നമസ്കാരം കൂട്ടുകാരെ, നമ്മുടെ ബോച്ചേട്ടിയുടെ അക്കൗണ്ടിൽ പൈസ ട്രാൻസ്ഫർ ആവണമെന്നില്ല എന്നുള്ള ഒരുപാട് ആൾക്കാർക്ക് പരാതിയുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാര മാർഗ്ഗമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നമുക്ക് മറ്റൊരാളുടെ ഫോണിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ആദ്യം ബോച്ചേട്ടിയുടെ സൈറ്റിൽ പോയിട്ട് ലോഗിൻ ചെയ്യാം. ശേഷം ആഡ് ക്യാഷ് എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. എന്നിട്ട് നമുക്ക് എത്രയാണ് പൈസ വേണ്ടത് എന്നുള്ളത് ആഡ് ചെയ്യുക. ഞാൻ 410 രൂപ ഇതിൽ ആഡ് ചെയ്തു. എന്നിട്ട് സബ്മിറ്റ് ചെയ്യാം. ഇതിലൊരുപാട് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ബാങ്ക് കാർഡ് വഴിയൊക്കെ അയക്കാൻ പറ്റും. നമ്മളിപ്പം ഗൂഗിൾ പേ വഴിയാണ് അയക്കുന്നത്. അതിന് ആദ്യം നമ്മുടെ പേര് എൻ്റർ ചെയ്യുക. ഈ ഷിപ്പിംഗ് ഇൻഫർമേഷൻ എന്നുള്ളിടത്ത് നമ്മുടെ പേര്, അഡ്രസ്സ് ഒക്കെ കറക്റ്റായിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മുംബൈയിലോ ദുബായിലോ ബാംഗ്ലൂരോ എവിടെയുള്ള കൂട്ടുകാരെന്ന് വെച്ചാൽ ആ കൂട്ടുകാർ അവരുടെ ഫോണിൽ നമുക്ക് ഗൂഗിൾ പേ വഴി പൈസ അയക്കാൻ പറ്റും. അതിന് വലിയ പണിയൊന്നുമില്ല. QR കോഡ് ജനറേറ്റ് ചെയ്താൽ മതി. ആ ഒരു വീഡിയോ ആണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫുൾ അഡ്രസ്സ് കൊടുക്കുക, മൊബൈൽ നമ്പർ ശരിയാണോ എന്ന് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ഏറ്റവും അടിയിൽ UPI എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഡെബിറ്റ് കാർഡ് ഉണ്ട്, നെറ്റ് ബാങ്കിങ് ഉണ്ട്, വാലറ്റിലുള്ള പൈസ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അതിൽ UPI സെലക്ട് ചെയ്യാം നമ്മൾ. അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ വരും, ജനറേറ്റ് QR കോഡ് എന്നുള്ള. അത് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യാം. നേരെ അടിയിലുള്ള വെരിഫൈ VPA എന്നുള്ള സ്ഥലത്ത് അതിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ കുറേ എറർ കാണിക്കുന്നുണ്ട്. അതാണ് ഒരുപാട് പരാതികൾ വരുന്നത്. അതിന് പകരം നിങ്ങൾ ഇതുപോലെ എന്ത് ചെയ്യുക, ഈ QR കോഡ് ജനറേറ്റ് ചെയ്യുക. ഇപ്പം ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് നമ്മുടെ കൂട്ടുകാർക്ക് എവിടെ ലോകത്തുള്ള ഗൂഗിൾ പേ യൂസ് ചെയ്യാൻ പറ്റണം അവർക്ക് അയച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു 500 1000 അയക്കാൻ വേണ്ടി പറയാം. ഞാനിതിൽ എൻ്റെ വൈഫിൻ്റെ അടുത്ത് ഉള്ള മൊബൈൽ എടുത്തിട്ട് ഇതിലെന്ത് ചെയ്ത് QR കോഡ് സ്കാൻ ചെയ്തു. വളരെ ഈസി ആയിട്ട് പൈസ പേയ്മെൻ്റ് ആയി. പക്ഷേ ഇതിൽ അടിയിലുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, വെരിഫൈ VPA എന്നുള്ള അതിൽ നമ്മൾ ID കൊടുത്തിട്ട് കയറുന്നില്ല. ഞാനും കുറേ ട്രൈ ചെയ്ത് കയറുന്നില്ല. അപ്പോഴാണ് ഈ ഒരു ഓപ്ഷൻ കണ്ടെത്തിയത്. കുറേ ആളുകൾക്ക് അറിയാത്തവർക്കും വേണ്ടിയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പം QR കോഡ് സ്കാൻ ചെയ്ത് 410 രൂപ അടിച്ച് നമ്മൾ ഹോട്ടലിലൊക്കെ നമ്മളെങ്ങനെ ഈ ഗൂഗിൾ പേ യൂസ് ചെയ്യണം അതേമാതിരി സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ ഇൻ്റെത് അത് ജനറേറ്റ് ആയി, അത് സക്സസ് ആയി, ക്യാഷ് ഡെപ്പോസിറ്റ് സക്സസ്ഫുൾ എന്ന് എഴുതി കാണിച്ച്. ഇനി നമ്മളവിടെ പോയി നോക്കുക, എൻ്റെ വാലറ്റിൽ എൻ്റെ അക്കൗണ്ടിൽ പോയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. ആദ്യം 30 രൂപ ഉണ്ടായിരുന്നു, ഇപ്പം ബാലൻസ് എത്ര ഉണ്ട് നോക്കുക. ഇപ്പം 30 440 ആയി. 410 30 440. അതിലിപ്പം ഞാൻ 30 രൂപ വിന്നിങ് ബാലൻസ്. ആദ്യം ഒരു 100 രൂപ കിട്ടിയിരുന്നു. അതിന് ഞാൻ 2 ടിക്കറ്റ് എടുത്തു. ബാക്കി 30 അടി കാണിക്കുന്നത്. ഇപ്പം ചെയ്ത് 410 കാണിക്കുന്നത് മുകളിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് നമ്മുടെ ID കൊടുത്തിട്ട് ഗൂഗിൾ പേ ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്ക് QR കോഡ് സ്കാൻ ചെയ്തിട്ട് കൂട്ടുകാർക്ക് അയച്ചു കൊടുത്തിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള മൊബൈലിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. താങ്ക് യു.